ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്ലാസ് 7ന്റെ മാത്സ് ആണ്. അപ്പോൾ ഇത് വന്ന് പാരലൽ ലൈൻസ് ആണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ പാരലൽ ലൈൻസിന്റെ ബേസിക് നമുക്കിപ്പോൾ പഠിക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ അതിനു മുൻപ് ഇന്നലെ ഞാൻ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മറക്കാതെ കാണുക, അല്ലാത്തതും കാണുക. അപ്പോൾ നമുക്ക് ഈ മാത്സ് കാണാം. വരും. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പോയ വർഷത്തിൻ്റെ. ഇപ്പം ഇവിടെ കൂട്ടിമുട്ടാത്ത സെയിം ഡിസ്റ്റൻസും കൂട്ടിമുട്ടാത്ത ലൈനുകളെ പറയുന്ന പേരാണ് പാരലൽ ലൈൻസ്. ഇതെന്ന് പറയുന്നത് വാട്ട് ആർ പാരലൽ ലൈൻസ്? ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എവരിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ആർ കോൾഡ് പാരലൽ. ഇതെല്ലാവരും മെയിനായിട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ കോൾഡ് പാരലൽ ലൈൻസ്. ഇതിങ്ങനെ എഴുതി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കണക്കുകളൊന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പാരലൽ ലൈൻസ് കൂട്ടിമുട്ടാത്ത ലൈൻസും സെയിം ഡിസ്റ്റൻസും അല്ലേ പറഞ്ഞത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എന്നാൽ ഇവിടെ 120 എങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, എന്നാൽ അവിടെയും 120 തന്നെയാണ്. എന്നാൽ നമുക്കൊരു ഫുൾ, അതായത് 180 സ്ട്രൈറ്റ് ലൈനിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എന്നാൽ നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ 4 എണ്ണവും കൂട്ടിച്ചേർക്കുമ്പോൾ 180 കിട്ടണം. ഇവിടെ നമ്മൾ 120 ചെയ്യും. എന്നാൽ ഇവിടെ 120 മാത്രമല്ലേ ആയുള്ളൂ, അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 180 കിട്ടും? 60. എന്നാൽ ഇവിടെ 60ഉം ഇവിടെ 60ഉം ഓപ്പോസിറ്റ് ആംഗിൾ. ഇവിടെ 60 വന്നാൽ ഇവിടെ 60 വരും. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ 60 ഡിഗ്രി, എന്നാൽ ഇവിടെ എന്തായിരിക്കും? കറക്റ്റ് തന്നെയാണ് 60 ഡിഗ്രി. ഇവിടെ 120 എങ്കിൽ ഇവിടെയും 120 ഡിഗ്രി തന്നെയാണ്. അപ്പം ഇത് മനസ്സിലായല്ലോ. അതുപോലത്തെ ഒരു കണക്കാണ് ഇത്. ഇവിടെ നമ്മൾ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞു പോയ ലൈനാണ്. ഇവിടെ ഒരു ഇങ്ങനെ പോയ ലൈനും 2 പാരലൽ ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ കാണാം ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവിടെ 80 എങ്കിൽ ഇവിടെ 80, ഇവിടെ 100 എങ്കിൽ ഇവിടെ 100, ഇവിടെ 100, ഇവിടെ 100, ഇവിടെ 80, ഇവിടെ 80. ഇങ്ങനെ അത് നിങ്ങൾക്ക് മെയിൻ ഇങ്ങനെ വരച്ചാണ് ഇത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലോട്ട് കാണാം. വരും. അപ്പം ഇവിടെ 45 ഡിഗ്രിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കി 3 കോണുകൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ ഇവിടെ 45 എങ്കിൽ ഇവിടെയും 45 തന്നെയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എന്നാൽ ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു തരാം. ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം 45 180 മൈനസ് 45 ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ശിഷ്ടം വന്ന് 10 വന്ന് 5 വന്ന് നമുക്ക് 135 കിട്ടും അല്ലേ. എന്നാൽ അത് തന്നെയാണ് ഇവിടെയും. എന്നാൽ ഓപ്പോസിറ്റ് ആംഗിളായ അതും 135. അതുപോലെ സെയിം ആണ് ഇതും. ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 135, ഇവിടെ 135. കണക്ക് മനസ്സിലായല്ലോ കൂട്ടുകാരെ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ടല്ലോ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.